ഇതിൽ അക്രമം ഏറ്റെടുക്കാൻ ആക്രമിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ള ആരാ? സ്ത്രീ. അതെന്താ അങ്ങനെ പറഞ്ഞു? നാഗസൈരന്ധ്രിയാസനം എന്നെല്ലാം പറഞ്ഞിട്ട് പഠിപ്പിക്കണം. ഇത് യോഗ എന്ന് പറയുന്ന ഒരു മുറ വന്നിട്ട് അവരിരുന്ന് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനത്തോളം മണ്ടത്തരം പറയുന്ന ഒരാൾ, നാട്ടുകാർ വഴി തെറി പറയുന്ന ആൾ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അവർക്ക് മെന്റലി അവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന, ഞാൻ പോകാൻ നേരം എൻ്റെ കയ്യിലൊരു കിഴി തന്നു, ഇത്രയുള്ളൊരു കിഴി, എന്നിട്ട് ഇത് എവിടെയും വെക്കരുതെന്ന് പറഞ്ഞു. ഇതിൽ ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എല്ലാ സ്ത്രീയും ശരീരം മൊത്തം മറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വസ്ത്രങ്ങളും എല്ലാം വിൽക്കുമോ? ഒറ്റ വസ്ത്രം പോലെ എല്ലാവർക്കും. ഞാൻ നിങ്ങളും എല്ലാം ഒറ്റ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ പലനാട്ടി വസ്ത്രങ്ങൾ വിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം മാക്സിമം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ എല്ലാം വിൽക്കാൻ പറ്റൂ. ഇനി നാഗസൈരേന്ദ്ര വിഷയത്തിലേക്ക് വരാം. ഇവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ആളാ. നാഗസൈരേന്ദ്ര പക്ക അറ്റൻഷൻ സീക്കറാ. അവർ പക്ക അറ്റൻഷൻ സീക്കറോ, ഒരു ഡൗട്ടും ഇല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള MA അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. അതിനുശേഷം നൈസായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റ് പോകുന്ന സാധനം എന്താണെന്ന് അറിയോ? ഭക്തി എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പം നമ്മൾ വരുമ്പോൾ, ഞാൻ വരുന്ന വഴിക്ക് തന്നെ കൃപാസനം എന്ന് പറഞ്ഞ് ആലപ്പുഴ, അവിടെ ശരിക്കും ആളാ. അത് ഭക്തിമാർഗമാണ്. അതുപോലെ തന്നെ ഈ പള്ളികളിൽ, മുസ്ലിം പള്ളികളിലാണെങ്കിലും നമുക്കറിയാം, മൗലൂദ് അത് നടത്തുന്ന ഉസ്താദന്മാരുടെ അടുത്ത്, പ്രസംഗം നടത്തുന്ന ഉസ്താദന്മാരുടെ അടുത്ത് പെണ്ണുങ്ങൾ സ്വർണ്ണം ഊര്യം കൊടുക്കുക. അതേപോലെ തന്നെ പലമാതിരി ആൾ ദൈവങ്ങളുണ്ട്. ഭക്തി ഏറ്റവും കൂടുതൽ അവിടെ ചെല്ലുന്നതല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് കിടക്കുന്ന കാറെല്ലാം BMW, ബെൻസ് ഓടിയൊക്കെയാണ്. അവിടെ കാശിനൊക്കെ അപ്പുറത്തേക്ക് ഭക്തിക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. അതേ മാർക്കറ്റിങ്ങിന്റെ ഒരു എന്താ പറയാ, ഒരു ലോക്കൽ വെർഷനാണ് ഈ പെണ്ണുമ്പോഴോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവർ വക്കീലിന്റെ ഗുമസ്തിയൊക്കെ മറ്റോ ആയിരുന്നു. അവർക്ക് മെന്റലി അവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന, ഞാൻ പോകാൻ നേരം എൻ്റെ കയ്യിലൊരു കിഴി തന്നു, ഇത്രയുള്ളൊരു കിഴി, എന്നിട്ട് ഇത് എവിടെയും വെക്കരുതെന്ന് പറഞ്ഞു. ഇതിൽ ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അവരുടേതായ കുറച്ച് ഓട്ടും മണ്ടത്തരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു സംശയമില്ല. എന്നിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇവരുടെ സംസാരവും ഇവരുടെ നിഷ്കളങ്കതയും കാണുമ്പോൾ ആളുകൾ വന്നിട്ട് ഇപ്പോൾ പാവം സ്ത്രീയാ, പാവം മറ്റേതാ മറിച്ചെന്ന് പറയുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കുട്ടികൾക്ക് യോഗ ക്ലാസ് എടുക്കാറുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് ആരെ പഠിപ്പിച്ച? ആരും പഠിപ്പിച്ചില്ല, ഞാൻ സ്വയം എടുക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ഗുരു ഇല്ലാതെ യോഗ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് മഴവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വന്ന വെള്ളം വെച്ചിട്ട് കോരി നമ്മൾ കുടിക്കുകയല്ല ചെയ്യുന്നത്. യോഗ എന്ന് പറയുന്ന ഒരു ഫോമിന് കൃത്യമായിട്ട് ബ്രീത്ത് എടുക്കുകയും ഔട്ടാക്കുകയും കൃത്യമായി നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഒരാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി ഉളുക്കും ഉടക്കും. അത് ആ പെണ്ണും പിള്ളക്ക്, ഈ നാഗസൈരേന്ദ്രി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അത് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നു? അത് ഞാൻ ചോദിക്കുമ്പോൾ പറയാം, എനിക്ക് കിട്ടി, ഞാൻ പഠിപ്പിക്കുന്നു. എവിടെ? അത് പഠിപ്പിക്കുന്ന കുട്ടികൾ ഈ പറയുന്ന കൂട്ട് 5, 6, 7 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ഇതുങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നേ. അതിനെ ന്യായീകരിക്കുമോ? അവർ പഠിപ്പിക്കുന്നത് നിനക്കെന്താ? അവരല്ലേ പഠിപ്പിക്കുന്നത്? ഞാൻ നിസ്സാരമായിട്ട് ഈ പറയുന്ന ആള് നാളെ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് അവൻ വ്യാജനാണ്, അല്ലെങ്കിൽ അവന് MBBS എഴുതിയതിനെ അവസാനത്ത് ഒരു പേപ്പർ കിട്ടാത്തവനാണെന്ന് അറിഞ്ഞാൽ പോലും അവന് നാട്ടുകാർ ഓടിച്ചിട്ടടിക്കും. അവിടെയാണ് ഈ നാഗസൈരൻ എന്ന് പറയുന്ന ഒരു പെൺപിള്ള അവിടെ ഇരുന്നുകൊണ്ട് പിള്ളേർക്ക് ഇവരക്കേട് പറഞ്ഞു കൊടുത്തിട്ട് ഇവരക്കേട് തന്നെ. അതായത് യോഗ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുള്ളതാ. അവർ കൃത്യമായിട്ട് സർട്ടിഫൈഡ് ആയിട്ട് നമ്മൾ ഗവൺമെന്റ് കോഴ്സ് MG സർവകലാശാല എന്ന് തോന്നുന്നു കോഴ്സ് വരെ ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഒരു പുള്ളിക്കാരൻ വീഡിയോ വരെ ചെയ്യാൻ തയ്യാറായതാ. കാര്യം അതിന് കൃത്യമായ ഗുരുക്കളുണ്ട്, അവരുടെ അടുത്ത് പഠിച്ചു വന്ന കൃത്യമായ അഭ്യാസ മുറയാണ്. അത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് മേളിലേക്ക് ഗുരുവില്ല, ഇല്ലെങ്കിൽ അവരുടെ പേരിലൊരു സാധനം ഇറക്കണം, നാഗസൈരന്ധ്രിയാസനം എന്നെല്ലാം പറഞ്ഞിട്ട് പഠിപ്പിക്കണം. ഇത് യോഗ എന്ന് പറയുന്ന ഒരു മുറ വന്നിട്ട് അവരിരുന്ന് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനത്തോളം മണ്ടത്തരം പറയുന്ന ഒരാൾ, നാട്ടുകാർ വഴി തെറി പറയുന്ന ആൾ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് അവര് പറഞ്ഞത് തീർച്ചയായിട്ടും അതുണ്ടാവാം. പക്ഷെ അവരുടെ പരിപാടി ഇതാ എനിക്ക് മനസ്സിലായത്, മാർക്കറ്റിംഗ്. അടുത്തൊരു പുതിയ ഇവിടുത്തെ ഏതെങ്കിലും മാതാവായിട്ടൊക്കെ വരാനുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള നല്ല പരിപാടികൾ ചെയ്യുന്നുണ്ട്. അവിടെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടും ഒക്കെ ഉണ്ട്. പോയാൽ മനസ്സിലാവും. ഞാൻ പോയി വീഡിയോ എടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. നല്ല ബുദ്ധിയുള്ളവരുമാണ്. ഇതൊക്കെ കാണിക്കുന്ന അവരുടെ കാപട്യമാണ്. നല്ല രീതിയിൽ അവർക്കറിയാം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന്. നമ്മൾ ക്യാമറയും കൊണ്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, മോനെ ഇതെടുക്കുന്നൊക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറയാനും ചെയ്യിപ്പിക്കാനൊക്കെ അവർക്ക് ഒരു പ്രശ്നവും. പിന്നെ അവർ നോക്കുമ്പോഴത്തേക്കും അവർക്ക് പണിയൊന്നുമില്ല. ഞാൻ കാണും അവർക്ക് പണിയില്ല, ഞാൻ തിരിക്കുക. പോകുന്നവരെന്തെങ്കിലും ദക്ഷിണ കൊടുക്കും. അപ്പോൾ അല്ല ഇവരെങ്ങനെ ജീവിക്കുന്നു? അവർ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ നാഗസൈരേന്ദ്രി അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റുന്നത്, അവിടെ പോകുന്നൊരു കാശ് കൊടുക്കുന്നുണ്ട്. എനിക്ക് വിമർശിക്കാൻ വേണമെങ്കിൽ ഞാൻ കാശ് കൊടുത്തോ ഇല്ലയോ എന്ന് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ അവിടെ പോയി പലർക്കും വേണമെങ്കിൽ വിമർശിക്കാം. അവരുകൊണ്ട് കാശ് കൊടുക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ നാഗസൈരേന്ദ്രി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാശ് മേടിക്കാതെ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നന്മയായിട്ട് കൊടുക്കണം. അതൊന്നും അല്ലല്ലോ. കാശ് മേടിച്ചിട്ട് സാധനം കൊടുക്കും, ഒരു അരിക്കെട്ട്. ഞാൻ അവിടെ വെച്ചിട്ട് ഓടിയത് കണ്ടം വഴി. അപ്പോൾ അത് ഈ പറയുന്നതിൽ നമ്മൾ ഒരാളുടെ രൂപം കണ്ടിട്ട്, ഇല്ലെങ്കിൽ അവർ പാവമാണ് തോന്നിയിട്ട് ദയവേദി സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ മുടിക്കകത്ത് റബ്ബർ ഇട്ടിട്ടുണ്ട്, ഉടുപ്പിട്ടുണ്ട്, അവൻ പറഞ്ഞല്ല അഹങ്കാരമൊന്നും കരുതും. അങ്ങനല്ല. നമ്മൾ കേൾക്കുക. നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമുണ്ട്, വിവരവും ബുദ്ധിയുണ്ട്. നമുക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാം ബുദ്ധിയുണ്ട്. പക്ഷേ ഈ വിവരം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള സാധനമാണ്. കാക്ക പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാക്ക വെച്ച വീടെന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം കാക്ക വെക്കുന്ന കൂടിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ വെച്ച വീടാണ് ഇന്നത്തെ മനുഷ്യൻ വെക്കുന്നത്. വ്യത്യാസമുണ്ട്. അതെന്താ? ബുദ്ധിയല്ല ഒരുപോലെ, ബുദ്ധിയുണ്ട്. പക്ഷെ വിവേകം, ചിന്താശേഷി മനുഷ്യനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാ, നമ്മുടെയൊക്കെ വീഡിയോ കാണുക, നാഗസൈരേന്ദ്രൻ വീഡിയോ കാണുക, അതിന് നന്മ എടുക്കുക.
അപ്പോൾ അവരെ നേരിട്ട് അടുത്ത് പോയി കണ്ടിട്ടുള്ള ഒരാളെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ അവർക്ക് ഫേസ്ബുക്കിൽ അവർക്ക് ഒരിടത്ത് മാത്രമേ പേജുള്ളൂ. ഫേസ്ബുക്കിൽ അവർക്ക് ഫേക്ക് പേജ് അവിടെ വെച്ച് അത് പറഞ്ഞു അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് പലരും. ആ പേജിൽ പല തെറിയും മറ്റേത് മറിച്ചൊക്കെ അവർക്ക് പേജില്ല. ഫേസ്ബുക്കിലോ ഏതോ ഒരു മാധ്യമത്തിൽ അവർക്ക് പേജില്ല, ഒരിടത്ത് മാത്രമേ ഉള്ളൂ അവർക്ക് പേജ്. എന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് വീഡിയോ ഇട്ടിരിക്കുന്ന ആരാ? അവരെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അവരെന്ന പേരിൽ. അപ്പോൾ എല്ലായിടത്തും മുതലെടുപ്പ് നടക്കുന്നുണ്ട്. അത് അവർ വിൽക്കപ്പെടുന്നുള്ളതുകൊണ്ടാണല്ലോ അവരുടെ പേരിൽ വേറെ ചാനലിൽ വരുന്നത്. അതെ, അതാണ് ബാക്കി. അത് പറയുമ്പോൾ പ്രശ്നമാവും. എനിക്ക് മടിയൊന്നുമില്ല പറയാം. എന്തുവാ നമ്മുടെ ഇപ്പം അവർ പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കാം. ആരും ചിലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എനിക്കത് പറയാൻ അർഹതയില്ല. കാര്യം ഈ വ്യൂവേഴ്സ് കാണുന്ന ഓരോ വ്യൂ കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞാനും അല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയുക. അവർ പറയുമ്പോൾ നമുക്കതിനെ വേണേൽ മാനിക്കാം, മാനിക്കാതിരിക്കും. ഞാൻ മാനിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ രണ്ട് ഭാഗവും കേൾക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. എൻ്റെ തോട്ടിൽ ശരീരം എൻ്റെ മാത്രമാണ്. അപ്പോൾ ആ ശരീരം കാണാതിരുത്തലാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ കമ്പനിയുടെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റേൺ കമ്പനിയുടെയോ ഡ്രസ്സിൻ്റെ പരസ്യമാവാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്ത്രീകളെ പലപ്പോഴും ഇഞ്ചെക്ട് ചെയ്യുക. സ്ത്രീയെടുത്ത് പറയും, സ്ത്രീ നിങ്ങളുടെ ശരീരം മൂടി വെക്കേണ്ടതാണെന്ന് അവർ പറയും. നിങ്ങളങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ പറയുമ്പോൾ എന്താ, സ്ത്രീക്ക് ഒരു പ്രത്യേകത. നമുക്കെല്ലാം നിങ്ങൾക്കത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീയും ശരീരം മൊത്തം മറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വസ്ത്രങ്ങൾ വല്ലതും വിൽക്കുമോ? ഒറ്റ വസ്ത്രം പോലെ എല്ലാവർക്കും. നിങ്ങളും എല്ലാം ഒറ്റ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പലനാതി വസ്ത്രങ്ങൾ വിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം മാക്സിമം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ എല്ലാം വിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ മൊത്തം കവർ ചെയ്ത വസ്ത്രങ്ങളിലേ പറ്റൂ. എല്ലാം വിൽക്കപ്പെടണ്ടേ? അപ്പോൾ പലമാതിരി ബിസിനസ് തന്ത്രങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് സ്ത്രീയാണ് കൂടുതലായിട്ട് മാറ്റത്തിൽ വരുന്ന ഒരു കാര്യമല്ലേ? എന്റെ ചിന്തയിലുള്ള മാറ്റമാണ്. മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളെ അല്ലേ? നോക്കിയാൽ മതി. ഞാൻ വരുന്ന വഴിക്ക് തന്നെ കാണുമ്പോഴത്തേക്കിന് തുണിക്കടയുടെ പരസ്യങ്ങളിൽ ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാം സ്ത്രീകളുടെ പരസ്യം. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത് ഓണത്തിന് പടക്കത്തിന്റെ പരസ്യം എടുത്തു. അപ്പൊ അതില് നമ്മൾ ആരൊക്കെ പടക്കം പൊട്ടിക്കും, അപ്പൂപ്പ പൊട്ടിക്കും, അമ്മമ്മ പൊട്ടിക്കും. പക്ഷെ പെണ്ണുങ്ങൾ പടക്കം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതും അർദ്ധനഗ്നയായ സ്ത്രീകൾ. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കൊടുത്തത്? ഞാൻ വരുന്ന വഴിക്ക് വാഷ് ബേസിന്റെ പരസ്യം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ചിലപ്പോൾ അറിയായിരിക്കും. അതിന്റെ ടാപ്പിന്റെ അപ്പുറത്ത് പെണ്ണാ നിൽക്കുന്നത്. അതിനും ഡ്രസ്സ് കവേർഡ് അല്ല. അതിന്റെ ശരീരത്തിന് എന്താ വാഷ് ബേസിന് ഉപയോഗിക്കുന്ന സ്ത്രീ മാത്രമാണോ? പുരുഷന് ഉപയോഗിക്കത്തില്ലേ? അച്ഛന് എന്താ? സ്ത്രീയെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലേക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതിനെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇൻഡയറക്ട്ലി പല സ്ത്രീകൾ അതിനകത്ത് വീണും കൊടുക്കുന്നുണ്ട്. തിരിച്ചത് ചിന്തിക്കണ്ടേ? നിങ്ങൾ തന്നെ സംസാരിച്ചു തുടങ്ങേണ്ടത് മാർക്കറ്റിംഗ് അല്ല എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ വിചാരിക്കും സ്ത്രീ അടച്ചിടുവാണ്, പൂട്ടിയിടുക, ഒന്നുമില്ല. പക്ഷെ അത് ഇച്ചിരി ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നത്, ആണുങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നം എത്ര പേരെ മാറ്റും? ഞാൻ മാറ്റാൻ തയ്യാറാ. എത്ര പേരെ മാറ്റും? ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. ഒരു സംശയമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഉമ്മയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പെങ്ങളെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളെയാണ്, പുരുഷന്മാരെക്കാട്ടി കൂടുതൽ. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സ്ത്രീകളെ തന്നെ, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുരുഷൻ എന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട് പലതും എനിക്ക് തെറ്റായി തോന്നാറുണ്ട്. ആ തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേ കാഴ്ചപ്പാടുള്ള പുരുഷന്മാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അതിൽ കൺട്രോളും ഇല്ലാത്ത അവസ്ഥ വന്നാലോ? ഒന്ന് പറഞ്ഞേ. ഞാൻ ഒരു നിസ്സാരമായിട്ടുള്ള ഉദാഹരണം പറയാം. ഒരു സ്ത്രീയും പുരുഷനെയും കൂടെ റൂമിൽ അടച്ചിടുന്നു. ആ സ്ത്രീ അപരിചിതരായിട്ടുള്ള രണ്ടുപേര്. ഇതിൽ ആക്രമിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ള ആരാ? സ്ത്രീ. അതെന്താ അങ്ങനെ പറഞ്ഞു? പൊതുവെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്താ അങ്ങനെ പറഞ്ഞു? എനിക്കത് പുരുഷൻ എന്ന് പറയല്ലോ. എന്താ ഉത്തരം പറഞ്ഞ? സ്ത്രീ എന്ന്. അതെന്താന്ന് പറഞ്ഞു? പൊതുവെ പൊതുസമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്നത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോ പ്രസന്റ്ലി അങ്ങനെ. കാലക്രമേണ മാറ്റങ്ങൾ വരും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്ത്രീക്ക് വരാം, നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് കിടക്കാം, ഒരു പ്രശ്നമില്ല, എന്റെ കൂടെ ഒരു ബെഡ് ഷെയർ ചെയ്യാം. ആ കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് ആക്കി തരുന്ന ഒരു കോൺഫിഡൻസാ. പക്ഷെ എത്ര പേരുടെ അങ്ങനെ പറ്റും? അപ്പൊ അങ്ങനെ മാറ്റം വരാത്തൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ച് മാറി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പ്രസന്റ്ലി മാറിയിട്ടുണ്ടോ? ഡൽഹിയിൽ ഓടുന്നൊരു ബസ്സിലല്ലേ സ്വന്തം കെട്ടാൻ പോയ പയ്യന്റെ കൂടെ പോയി സ്ത്രീക്ക് അനുഭവിക്കപ്പെടേണ്ടി വന്നത്, ജിഷയ്ക്ക് അനുഭവിക്കപ്പെടേണ്ടി വന്നത്, സ്വന്തം വീട്ടിനുള്ളിൽ സൗമ്യക്ക് അനുഭവിക്കപ്പെടേണ്ടി വന്നത് ട്രെയിനകത്ത്, സ്വന്തം വീട്ടിൽ നിന്ന് ജിഷയ്ക്ക് അനുഭവിക്കപ്പെടേണ്ടി വന്നത് ഇവിടെ എല്ലാം ആരാ? സ്ത്രീയല്ലേ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അത് നമ്മുടെ നാട്ടിലാണ് നടന്നത്. അധികം കാലഘട്ടമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ നാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. ഇവരെല്ലാം ലഹരിക്ക് അടിമകളായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഒരു നാണോ ഒരു കൂസലും ഇല്ലാതെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി. കൊടുത്തോണ്ടേ ഇരിക്കുക. ഓരോ ഔട്ട്ലെറ്റുകൾ വന്നിട്ട് ഓരോ ഓണത്തിനും ചാലക്കുടിയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ ഇത്രയും ലക്ഷം രൂപയുടെ കോടി വിറ്റെന്ന് പറഞ്ഞിട്ട് ഒരു നാണോ ഇല്ലാതെ മുഖ്യമന്ത്രി അപ്പുറത്ത് വന്നെന്ന് പറയും സ്പോർട്സ് നമ്മുടെ ലഹരിയാക്കണം, വേറെ അന്യലഹരി നമുക്ക് പാടില്ല. ഇതേ മുഖ്യമന്ത്രി അല്ലേ അപ്പുറത്ത് മറ്റേ സാധനം വിൽക്കുന്നേ? ഇതേ ഗവൺമെന്റ് അല്ലേ വിൽക്കുന്നേ? ഇവിടെ മദ്യനയം വന്നപ്പോഴത്തേക്കിനും അടുത്ത മന്ത്രിസഭ വരുമ്പോൾ പറയുന്നത് എന്താ? നിങ്ങൾ പേടിക്കേണ്ട, എത്രയോ ഞങ്ങളെല്ലാം തുറന്നു തരുമെന്ന്.
അതിനപ്പുറത്തേക്ക് ഒരു പിടിയെങ്കിലും ഇതൊന്ന് കുറയ്ക്കാൻ നോക്കുന്നുണ്ടോ? അതേപോലെ നമ്മുടെ നാട്ടിൽ ലഹരികൾ പലതും വരുന്നു, പല ലഹരികളും ഒന്നും ആരും അറിയാതെ ഗവൺമെന്റിന്റെ ഒരു പിടിയും ഇല്ലാതെ, അല്ലെങ്കിൽ ഗവൺമെന്റിന് പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരൊന്നും പറയാൻ പറ്റത്തില്ല, ഉദ്യോഗസ്ഥരെ ഒന്നും അറിവില്ലാതെ ഈ ലഹരികൾ ഇത്രയോടെ ഒഴുകുമോ? ഇത്രയും സെക്യൂർ ആയിട്ടുള്ള പല കാര്യങ്ങളും, കഞ്ചാവ് അതും ഇതൊക്കെ പിടിക്കുമ്പോൾ ഇതൊക്കെ ഇത്ര ഇവിടെ ഒഴുകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഇവിടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അതിൽ കൂടുതൽ കാശ് ഗവൺമെന്റിനെക്കാട്ടി കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പോകുന്നതാണ്. അപ്പോൾ ആ ലഹരി തടഞ്ഞപ്പെട്ടാൽ തന്നെ, ഞാൻ പറയട്ടെ, ലഹരി ഇല്ലാതായാൽ തന്നെ എനിക്ക് തോന്നുന്നു ലഹരി ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ നിയമം കടുക്കണം, കൃത്യമായ ശിക്ഷ കൃത്യസമയത്ത് കൊടുക്കണം. വർഷങ്ങളോളം ഇവിടെ ഇപ്പം എത്രയോ പേര് ജയിലിൽ കിടക്കുക, ഇതുവരെ ശിക്ഷകൾ വരുന്നുണ്ടോ, വിധികൾ നടപ്പാക്കുന്നുണ്ടോ? 1991 ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരാളെ തൂക്കിക്കൊന്നത്, റിപ്പർ ചന്ദ്രനെ, റിപ്പർ ജയാനന്ദിനെയാന്ന് തോന്നുന്നു, റിപ്പർ ചന്ദ്രനെ 1991. വർഷം എത്രയായി? 33 വർഷത്തോളമായി. അതിനുശേഷം ഇവിടെ സ്ത്രീകൾ മരിച്ചില്ലേ, പുരുഷന്മാർ മരിച്ചില്ലേ, കുട്ടികൾ മരിച്ചില്ലേ? അവർക്ക് എവിടെ നീതി കിട്ടുന്നുണ്ട്? മറ്റവന്മാർ ജയിലിൽ കിടന്ന് എന്താ ചെയ്യുന്നത്? നമ്മളുണ്ടാക്കി കൊടുക്കുന്ന കാശ് കൊണ്ട്, നമ്മുടെ നികുതി പണം കൊണ്ട് അമർ തിന്നുകൊണ്ടിരിക്കുന്നത്.